നമസ്തേ. മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം കുട്ടികൾക്ക് നൽകുവാനായി ഭാരതീയ വിദ്യാനികേതന്റെ കീഴിൽ കേരളത്തിൽ പ്രവർത്തിക്കുന്ന 500-ൽ പരം സ്കൂളുകളിൽ ഒന്നായ സരസ്വതി വിദ്യാലയം ബന്തെടുക്കയിലെ വിജയദശമി പരിപാടിയോടനുബന്ധിച്ച് അക്ഷരസ്തൂപം എന്ന പ്രോഗ്രാമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അക്ഷരസ്തൂപം എന്നൊരു പരിപാടിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ബന്തെടുക്ക സരസ്വതി വിദ്യാലയത്തിലാണ്. നവരാത്രിയോടനുബന്ധിച്ച് മാതൃസമിതിയുടെ ഒരു താല്പര്യപ്രകാരം അവർക്ക് എന്തെങ്കിലും ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു കാര്യം സ്കൂളിന് വേണ്ടി അന്നേ ദിവസം ചെയ്യണമെന്നൊരു ആഗ്രഹം പ്രകടിപ്പിക്കുകയും അതുമായി ബന്ധപ്പെട്ട് എന്നെ സമീപിച്ചപ്പോൾ കുട്ടികൾക്ക് പ്രചോദനമാവുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു കാര്യം ആയിരിക്കണം എന്നത് എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് അക്ഷരസ്തൂപം എന്നൊരു ആശയത്തിലേക്ക് എത്തുകയും അതിൻ്റെ ഡിസൈൻ കാര്യങ്ങളും എല്ലാം അതിൽ പോലും കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു അറിവ് കൊടുക്കുന്ന രീതിയിൽ ചെയ്യണം എന്നുള്ളൊരു ആശയം മനസ്സിലുദിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഈ ഒരു അക്ഷരസ്തൂപത്തിൻ്റെ ഈ ഒരു ഡിസൈനിലേക്ക് കഴുകൻ്റെ രൂപത്തിലാണ് ഈ അക്ഷരസ്തൂപം ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു കഴുകൻ ഇങ്ങനെ ഇരിക്കുന്ന ഒരു രൂപമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്, കഴുകൻ എന്ന് പറയുന്ന പക്ഷി ഏറ്റവും ഉയരത്തിലാണ് പറക്കുക. അതിൻ്റെ കണ്ണുകൾ എന്ന് പറയുന്നത് എത്ര ദൂരെയുള്ള വസ്തുവും പെട്ടെന്ന് ആകർഷിച്ച് അതിനെ കൊത്തിയെടുക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ ആ ശത്രുവിനെ അതിന് എയിം ചെയ്യാനുള്ള ഒരു കഴിവ് കഴുകന് കൂടുതലായിരിക്കും. അപ്പോൾ കുട്ടികൾ ഈ അക്ഷരസ്തൂപത്തിൽ അക്ഷരം പതിപ്പിക്കുന്നതോട് കൂടിയിട്ട് ഈ സ്തൂപം എന്നത് അവരുടെ മനസ്സും അതിൽ അക്ഷരങ്ങൾ പതിപ്പിക്കുമ്പോൾ മനസ്സിൽ അക്ഷരങ്ങൾ പതിപ്പിക്കുക എന്നുള്ളൊരു ഉദ്ദേശമാണ് ഇതിൻ്റെ പ്രധാന ഒരു കാര്യം. ഇന്നത്തെ വിദ്യാഭ്യാസം മൂല്യാധിഷ്ഠിതമല്ലാത്തത് കാരണം കുട്ടികൾ വഴിവഴിച്ചു പോവുകയാണ്. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ദേശീയ തലത്തിൽ വിദ്യാഭാരതി എന്ന പ്രസ്ഥാനം ഭാരതത്തിലാകമാനം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നു. അതോടൊപ്പം തന്നെ ബന്തെടുക്കയിൽ കഴിഞ്ഞ 25 വർഷമായി സരസ്വതി വിദ്യാലയം എന്ന പേരിൽ ഭാരതീയ വിദ്യാനികേതന്റെ കീഴിൽ 200ഓളം കുട്ടികളായി 25 വർഷമായി ഈ വിദ്യാലയം നടന്നു വരികയാണ്. പഞ്ചാംഗ ശിക്ഷണത്തിൽ അധിഷ്ഠിതമായ വിദ്യാഭ്യാസ രീതിയാണ് വിദ്യാനികേതനുമായി ബന്ധപ്പെട്ട് നമ്മൾ കുട്ടികൾക്ക് നൽകി വരുന്നത്. നല്ല ഉത്തമ പൗരന്മാരായി പാഠ്യ വിഷയങ്ങളോടൊപ്പം പാഠ്യേതര വിഷയങ്ങളിലും നല്ല അവഗാഹം കൊടുത്ത് ഉത്തമ പൗരന്മാരായി വിദ്യാർത്ഥികളെ വളർത്തുന്ന ഒരു ലക്ഷ്യമാണ് വിദ്യാനികേതനുള്ളത്. കാസർഗോഡ് ജില്ലയിൽ 30-ൽ പരം വിദ്യാലയങ്ങൾ ഈ ഒരു പാഠ്യപദ്ധതിയിൽ പ്രവർത്തിക്കുകയാണ്. കഴിഞ്ഞ 25 വർഷങ്ങളായി ബന്തെടുക്കയിലെ വിദ്യാഭ്യാസ രംഗത്ത് വളരെ നല്ല രീതിയിൽ വിദ്യാർത്ഥികളുമായി നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഈ അക്ഷരസ്തൂപത്തിൻ്റെ മാതൃക എന്ന് പറയുന്നത് കഴുകനായതുകൊണ്ട് മനസ്സിൽ നമ്മൾ എത്രത്തോളം ഈ അക്ഷരം അല്ലെങ്കിൽ വിദ്യ എന്നത് പതിപ്പിക്കുന്നതോടുകൂടി നമ്മൾ കഴുകനെ പോലെ ഏറ്റവും ഉയരത്തിൽ നമുക്ക് എത്താനും മുന്നിൽ കാണുന്ന കാര്യങ്ങൾ വളരെ സൂക്ഷ്മതയോടുകൂടി നമുക്ക് ദീർഘവീക്ഷണത്തോടുകൂടി നമുക്ക് കണ്ട് മനസ്സിലാക്കി ജീവിതത്തിൽ ഏറ്റവും വലിയ ഉയർച്ചയിൽ എത്താൻ സാധിക്കുകയും ചെയ്യണമെന്നുള്ളൊരു ഉദ്ദേശമാണ് ഈ അക്ഷരസ്തൂപത്തിൻ്റെ പിറക്. ഇതെന്നും കുട്ടികൾ കണ്ടുകൊണ്ടായിരിക്കണം ക്ലാസ് റൂമുകളിൽ വന്ന് ചെന്ന് ഇരിക്കുക. അപ്പോൾ അവരുടെ മനസ്സിൽ ഇത് എന്തിന് നമ്മൾ ഇത് ചെയ്തു എന്നുള്ള ഒരു കാര്യം എപ്പോഴും മനസ്സിൽ ഓർക്കുകയും പിന്നീട് അത് മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് മുന്നേറാൻ സാധിക്കുകയും ചെയ്യും. ഇതാണ് ഈ അക്ഷരസ്തൂപത്തിൻ്റെ ഏറ്റവും വലിയൊരു മാതൃക. നമസ്തേ. ഞാനിവിടെ സ്കൂളിൻ്റെ HM ആണ്. മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം. ഇവിടെ ക്ലാസ് തുടങ്ങുമ്പോൾ തന്നെ ഒരു പ്രത്യേക എനർജിയാണ്. അരമണിക്കൂർ പ്രാർത്ഥന,
അതിലൂടെ തന്നെ നമുക്ക് ഒരുപാട് പോസിറ്റീവ് എനർജി കിട്ടും. അതുപോലെ തന്നെ എന്തിനും ഏതിനും ഒപ്പം നിൽക്കുന്ന സഹപ്രവർത്തകർ, നല്ല അച്ചടക്കമുള്ള നല്ല ഒരു പറ്റം വിദ്യാർത്ഥികൾ, എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. ജോലി ചെയ്യാൻ കഴിഞ്ഞു തന്നെ വലിയൊരു സന്തോഷമായിട്ട് കരുതുന്നു. അപ്പോൾ ഇന്ന് നല്ലൊരു ദിവസമാണ് വിജയദശമി. എല്ലാവർക്കും വിജയദശമി ആശംസകൾ. രസകരമായ വെബ് സീരീസുകളും വാർത്തകളും കാണാൻ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ? എങ്കിൽ കാരവൽ മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.